ഗായ്സ്, എല്ലാവർക്കും ഭൂത വ്ളോഗിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മീ തീർത്ഥ അനിൽകുമാർ. അപ്പോൾ നമ്മൾ കുറേ കാലം ഇങ്ങനെ പോകുന്ന വ്ളോഗ്സൊക്കെ ഇട്ടിട്ടില്ല. എൻ്റെ തൊപ്പിയൊക്കെ നോക്ക് ഗായ്സ്, അതൊക്കെ ഒടിഞ്ഞ് ചമ്മന്തിയായിപ്പോയി. നമുക്ക് തൊപ്പിയൊക്കെ ഒരുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കോൾച്ചസ്റ്ററിലേക്ക് പോവാണ്. ഒന്നുമില്ല, ഒരു വൺ ഡേ ട്രിപ്പ് പോലെ. അപ്പോൾ ഞാനും അതും ജിഷിതയുണ്ട്. അപ്പോൾ ഇന്ന് ഓഫ് ആയതുകൊണ്ട് വിചാരിച്ച് വെറുതെ ഒന്ന് പുറത്തൊക്കെ പോവുക. അപ്പോൾ ഇപ്സിച്ചിൽ നമ്മൾ ഏകദേശം എല്ലാ സ്ഥലവും കവർ ചെയ്ത്, ഇനി ഇപ്സിച്ചിൽ എവിടെയും പോകാനില്ല. അപ്പം നമുക്ക് കോൾച്ചസ്റ്റർ സൂ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ സ്ട്രോബെറി പിക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് അടിച്ചു പൊളിക്കാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സൂ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിതാ സൂ എത്തിയിരിക്കുകയാണ്. ജിഷിതയുണ്ട് നമ്മളിവിടെ. ഓ, ബിസിയാണ്. അതൊരു ഹായ് പറ. അപ്പോൾ ഇതാ നമ്മൾ സൂവിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഗൈസ്, കണ്ടോ? കോൾച്ചസ്റ്റർ സൂ, വെൽക്കം ടു കോൾച്ചസ്റ്റർ സൂ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എങ്ങനെയാണെന്നൊന്നും എടുക്കേണ്ടതൊന്നും അറിയില്ല, ഇനി കയറിയിട്ട് വേണം പോയി നോക്കാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടി. ഇന്ന് 29 എനിക്കൊന്ന് ഓരോ ദിവസം ഓരോ പ്രൈസാണെന്ന് തോന്നുന്നു. ടുഡേയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഓൺലൈനിൽ നിന്ന് നോക്കിയപ്പോൾ 19 ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ 29 ഉണ്ടായി. അപ്പോൾ നമ്മൾ 3 ടിക്കറ്റ് എടുത്ത് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോഴും. പക്ഷെ നല്ല സ്ഥലമല്ലേ, നല്ല രസമുണ്ട്. വലിയ സ്ഥലമാണ്. എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, വലിയ സംഭവമാണ്. കുറേ മറ്റേ ജിറാഫിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതും ഇതേടെ ഗൈസ്, നമ്മളിത് അകത്ത് പോവാണ്. അപ്പോൾ ഇതാ, അയ്യോ പൂട്ടല്ലേ, ഡോർ പൂട്ടല്ലേ. നമ്മളിതാ അകത്തേക്ക് കയറുകയാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും കയറി നോക്കാം. ഞാനൊന്നിനെയും കാണുന്നില്ല. ഇതൊക്കെ കാണാനില്ലല്ലോ. ശരിയാണല്ലോ, ക്ലാസ് അല്ലല്ലോ. കണ്ടോ ഗൈസ്, നമ്മൾ ആദ്യത്തെ സാധനത്തിന് കണ്ടിരിക്കുകയാണ്, കുരങ്ങൻ. ഇതാണ് ഗോൾഡൻ ഹെഡഡ് ലയൺ ടാമറി. നമുക്ക് മാപ്പൊന്നും കിട്ടില്ല ഗൈസ്, നമ്മൾ ഇവിടുന്ന് ജഗഞ്ഞ് നോക്കുകയാണ്. ഉണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് പോകേണ്ടത്, ഇവർ ഒരു ഐഡിയ കിട്ടുന്നില്ല നമുക്ക്. ജുറാസിക് പാർക്ക്. ആരാ? ഓ, കരടി വേമ്പ. അതാ അങ്ങനെ ചുറ്റി വരുന്നുണ്ട്, കണ്ടോ? ഒച്ചേക്കൂലത്, ചുറ്റി വരുന്നുണ്ട്. അതന്നെ താലെല്ലാം മുട്ടി പോടാ അടിച്ചിട്ട്. കണ്ടോ ഗൈസ്, കുർത്തക്കൾ കളിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ കണ്ട കരടി കുഞ്ഞി കരടിയാണ്, പക്ഷെ അത് ഭയങ്കര ഷൈ ആണ്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഭയങ്കര ഷൈ ആണെന്ന്. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന ചിമ്പാൻസി, ചിമ്പുമോൻ. കണ്ടോ ചിമ്പുമോൻ? അതാ ചിമ്പാൻസി. ഓ, 2 3 കണ്ടോ തുള്ളി പോന്നെ. അങ്ങോട്ട് തുള്ളി പോയി ഗൈസ്. എന്താണ് കുഞ്ഞെന്ന് കാണിച്ചിരുന്നത്? നോ അതാ കീരിപ്പോന്നു. നമ്മൾ ചിമ്പാൻസിനെ കണ്ടു, നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ വയസ്സായി പോയി തോന്നുന്നില്ല. 60 വയസ്സുണ്ടായിന്. 60 years ഓൾഡ്, 40 to 60 years ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന്. പാവം കണ്ടിട്ട് സങ്കടമായിപ്പോയി. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നമുക്കൊരു വൺ ഡേ വന്നിട്ട് ഇവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. വെർത്താണ് എന്തായാലും 26 പൗണ്ടിന്. കുട്ടികളൊക്കെ കൂട്ടി വന്ന് നല്ല രസമായിരിക്കും. അവർക്കിങ്ങനെ ആനിമൽസിനൊക്കെ കണ്ട് കുറേ കളിക്കാനൊക്കെ ഉണ്ട് ഇവിടെ. എന്നാ പേര്? താലിയ, ടോറ ആൻഡ് കോമ്പി എന്തൊക്കെ പേരാ. ചോമ്പി.
ഇതെന്നാ ക്രോന്ന് കേൾക്കുന്നുണ്ട്. കാക്കയാ ക്രോ നോക്കുന്നു. ഗായ്സ് ചിമ്പാൻസിൻ്റെ ബ്രെയിന് കണ്ടോ? ടുടു ഇതതിനെ കൊല്ലാൻ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഓ ഇത് ചിമ്പാൻസിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. സ്പൂണ് കൊള്ളാലോ. ബ്രഷോ ഫിഷ്. ആരടാ ഒച്ചപ്പ ഉണ്ടാക്കുന്നത്? ആഹാ നോക്കുന്നില്ല. ചിമ്പു അതാ ഗായ്സ് ഒച്ചപ്പടക്കുന്ന കോണെന്ന് പറഞ്ഞിട്ട് കൊണക്കുന്നുണ്ടോ മേലെ ഇരുന്നിട്ട്. ഇതാണ് 40 to 40 to 60 years. ഇത് മുട്ടരുത് കേട്ടോ, പ്രത്യേകം ഉണ്ട് മുട്ടരുത്. ഉണ്ടോ അടുത്ത് റെയിൻബോ കാണുന്നില്ല. എന്നിട്ട് ടേപ്പ് ഉണ്ടോ? എൻ്റെ മോനെ ഗായ്സ് കണ്ടോ റെയിൻബോ ഫിഷ്. എന്നാ പാമ്പാ എടുത്തു. അമ്മേ ഓ പോലീസാണല്ലോ. എൻ്റെ ഹെഡ് കണ്ടോ ഗൈസ്? അനാക്കൊണ്ടയാ? ഓ അത് നൈസായിട്ടാ. എന്തിട്ടാ ഇത് മറ്റേ സാധനം പച്ച എണ്ണ അല്ല പച്ച എന്താ വോട്ടർ ചോദിച്ചാൽ എനിക്ക് അറിയാത്തോണ്ടല്ല എണ്ണന്ന് പറഞ്ഞു. എൻ്റെ മോനെ ഇത് വെള്ളത്തിലാണോ ഉണ്ടാവുക അനാക്കൊണ്ട? കൊമോഡോ ഡ്രാഗൺ അമ്പടാ ഒറ്റൊന്നേ ഉള്ളൂ ഗൈസ്. മഴ ഇതിനുള്ളിൽ മാത്രം, അതിന് വേണ്ടിയിട്ട് മഴയൊക്കെ സെറ്റപ്പാക്കി. ഇതുണ്ട്, ഇതാണ്. ഇത് മനുഷ്യനെ തിന്നും കടിക്കുന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്, എനിക്കറിയില്ല കേട്ടോ. ഇത് ആളെ കടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ സൈഡായിന് ആവോ. ആരാ ഇത്? കൊടുംഭീകരൻ, അബുഭീകരൻ. നോട്ടം നോക്ക് ഗൈസ്. കുറുക്കനല്ലേ ഇതല്ലേ? ഇത് ആൾക്കാരെ കാണുമ്പോൾ ഓടുന്ന എല്ലാം വന്ന് ഗായ്സ്. നമ്മൾ കുറേ കുഞ്ഞു അടിപൊളി സാധനങ്ങളെല്ലാം കണ്ട്. മൂങ്ങയൊക്കെ കണ്ട്, കുറുക്കനെ കണ്ട്, വളച്ചറിനെ കണ്ട്, പിന്നെ കുരങ്ങന്മാർ, കുറേ ടൈപ്പ് കുരങ്ങന്മാരാണ് ഇവിടെ. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ. നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി വരെ നമുക്ക് 5 മണിയാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് സിംഹത്തിനെ കാണണം. ഞാൻ സിംഹം ജിറാഫിനൊക്കെ കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കുളത്തിൽ ആമ്പലൊക്കെ ഉണ്ട് കണ്ടോ? ആനുണ്ടോ? ടൈഗറാണ് ഗൈസ്, ഇവിടെ കാണാനില്ല. സിംഹം അല്ല, പുലി, കടുവ അമ്പേ നേരെയാണ്. 3 ഉണ്ട്. എൻ്റെ ഒരുത്തനെ കാണാനില്ല. ഒരുത്തന് എവിടെയോ ഉണ്ട്. ഒരുത്തൻ കൂടെ നമുക്ക് ഒരുത്തനെ കൂടെ കണ്ടുപിടിക്കാം. I expected that to be hard, sorry. Can I hold him if you guys? If you want to wait for it. You'll probably just sit there on your hand. It's so very simple. നമ്മൾ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണ്. അതൊരു ഹോട്ട് ഡോഗ് ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇവിടെ. നമുക്കിങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് പീസായിട്ട് നടക്കാം. അപ്പോൾ ഇതിപ്പം ഇനി നമുക്ക് കാണാനുള്ള എന്താ, പെൻഗ്വിൻ കാണാനുണ്ട്, ജിറാഫ്, പിന്നെ ടൈഗർ, അതൊക്കെ കാണാനുണ്ട്. വലിയ സാധനങ്ങളൊക്കെ ഇനി കാണാനുണ്ട്. നമ്മളിപ്പോൾ കണ്ടതൊക്കെ ചെറുത്. കങ്കാരുനൊക്കെ കണ്ടിട്ട് അതൊക്കെ നൈസായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ അടുത്ത വാക്കിങ്. നമ്മൾ എത്ര മണിക്കൂടെ വന്ന? 11 മണിക്കല്ലേ. സമയം പോകുന്ന അറിയുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പം തന്നെ ഏകദേശം ഒരു 1 മണി ആവാനായില്ലേ? 1:22, 2 മണി ആവാനായി. 5 മണിയുടെ ഇതുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടെയും പോകാൻ സമയമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ട്രോബെറി പിക്കിങ്ങിന് പോന്നു. അത്ര തന്നെയുള്ളൂ.
ലയണിനെ കാണാൻ പോവാണ്. യമണ്ട സാധനമാണ് കണ്ടുട്ടാ. കിടന്നിട്ടുള്ളത് എണീക്കുന്നില്ല. പിന്നെ ചത്തിട്ടൊന്നുമില്ല പോടാ. നൈസാണ്. ഇതൊരു എക്യൂരിയം പോലത്തെ ഒരു സെറ്റപ്പാണ്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇങ്ങനെ നടന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവാം. അതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വാവ്, ജിറാഫ്. അത് ഉള്ളിൽ പോവും കുറച്ച് സമയം കഴിഞ്ഞാൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ ഫീഡെല്ലാം ചെയ്യാൻ പറ്റുന്നു. ഗൈസിൻ്റെ ബാക്കിൽ തുപ്പുന്ന ജീവി അൽപാക്കസ് നാളത്രേൻ്റെ പേര്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ കുറേ ആനിമൽസിനൊക്കെ കണ്ട് ഞാൻ ചിലതൊന്നും വീഡിയോ എടുത്തില്ല. കാര്യം കുറേയൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ലെപ്പഡിനൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളിലാണ്. അപ്പോൾ അത് സൂം ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. അപ്പോൾ കുറേ പിന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണേണ്ട കുറേ സാധനമുണ്ട്. അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പക്ഷെ ഭയങ്കര രസമായിട്ട് എന്ത് രസമാണ്. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് നടന്ന് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ പോകാം. ഭയങ്കര രസമാണ്. നമ്മളൊരു ഡ്രിങ്കൊക്കെ വാങ്ങിച്ച് അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മളെ ഫോട്ടോ വെച്ചിട്ട് മറ്റേ ഇങ്ങനത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ആക്കാം. താങ്ക് യു. റിസീപ്റ്റ് സ്റ്റിൽ കണക്ട് പേഴ്സണൈസ്. നമ്മുടെ ഫോട്ടോ ബില്ല് വന്ന് ചെയ്ത സാധനം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. അപ്പം നമ്മൾ കോൾച്ചസ്റ്റർ സൂ കവർ ചെയ്ത് ഇനി നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടി പോവാണ്. നമ്മൾ രാവിലെ 11 മണിക്ക് വന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അകത്ത്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് നെക്സ്റ്റ് സ്ഥലത്തേക്ക്. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തിട്ട് കാണാം. ബായ് ഗൈസ്. നമ്മളിതാ സ്ട്രോബെറി അല്ല, സ്ട്രോബെറി, ബ്ലൂബെറി, ബീൻസ് അങ്ങനെ എന്തൊക്കെയോ കണ്ടിന് അവിടെ ബോർഡ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള നമുക്ക് പോയിട്ട് പറിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലെത്തി. എന്തായാലും നമ്മൾ കേട്ടില്ല എന്നൊന്നും ഇപ്പോഴും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഈ ബാസ്ക്കറ്റിൽ പറിച്ചു കൊണ്ടുപോവാം. അപ്പോൾ ഇത് നമ്മളിപ്പോഴുള്ള കോൾച്ചസ്റ്ററിലുള്ള ഒരു ഫാമിലാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഫുള്ള് ഈ 3, 4, 5, 6 റോ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പറിക്കാം. അപ്പോൾ നല്ല റെഡാണ്. അപ്പോൾ നമുക്കിത് തിന്ന് നോക്കാം. നല്ല മധുരമൊക്കെ ഉണ്ട്. നല്ല ഫ്രഷാണ്. ഞാൻ പറിക്കാൻ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഞാൻ പറിക്കട്ടെ ഗൈസ്. കമോൺ. അപ്പോൾ ഗൈസ് നമ്മളിതാ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്ക് എത്രയാണെന്ന് നോക്കിയാൽ. അപ്പോൾ സ്ട്രോബെറി പറിക്കട്ടെ. നല്ല പഴുത്ത നോക്കി നമ്മൾ പറിക്കുകയാണിതാ. ഈ കൊട്ട നമുക്ക് നിറയ്ക്കാം. എനിക്കിനി ഇവിടം വരെ ഫില്ല് ചെയ്യാനുണ്ട്. പറിച്ച് തളർന്ന് സത്യം പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിയതാ. ഇതിനുള്ളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് മൊത്തം നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ രണ്ടാളും ഹാർവെസ്റ്റ് ചെയ്തെടുത്ത സാധനമാണ് ഇത് സ്ട്രോബെറി. നമുക്ക് രണ്ടാക്കും ഇതാ നിറഞ്ഞ് കവിഞ്ഞ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇതിനത്ര 5 പൗണ്ട് അങ്ങനെ അല്ലേ, അത്ര അങ്ങനെ ഉള്ളൂ. നല്ല ഫ്രഷ് സാധനമാണ്. നമ്മൾ അധികം കുറച്ച് പച്ച നോക്കിയിട്ട് പറിച്ചു, അധികം പഴുത്ത പറിച്ചിട്ടില്ല. നല്ല ചൊകാന്നിരിക്കുന്നു കണ്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റാസ്ബെറീസ് ആണിത്. അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട്. ഇത് മൊത്തം റാസ്ബെറി കേട്ടോ. ഇവിടെ നമുക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് പറിച്ചിട്ട് പോവാം ബാസ്ക്കറ്റിൽ. നമ്മൾ പിന്നെ വെറുതെ കഴിക്കില്ല, അതുകൊണ്ട് ബാസ്ക്കറ്റിൽ പറിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറിച്ചത്. നല്ല മധുരമൊക്കെ ഉണ്ട്. ഞാൻ വേണ്ടി കഴിച്ച് കാണിച്ചു തരാം. നല്ല മധുരമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ കോൾച്ചസ്റ്റർ ഭാഗത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ഫാമിലൊന്ന് വാട്ടാ. നൈസാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വലിയ ഫാമാണ്. ഇവിടുത്തെ ആ ലേഡി നല്ല ലേഡി. അവർ നമ്മുടെ അടുത്ത് പോയി കവർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നിട്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്.
അപ്പോൾ ഇനി ബ്ലൂബെറി ഒക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും വിളവെടുപ്പ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് വേറെ ദിവസം വരാൻ പറ്റണം. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേണ്ടിക്ക് വന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഫാമിൽ നിന്ന് പോവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇനി നമുക്ക് ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണുന്നൊരു ബൈ ബൈ ഫ്രം ഫാം.